ഹലോ എവരിവൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 3ൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഞാനും വളരെയധികം ആകാംക്ഷയിലാണ്. നമുക്ക് എന്തായാലും നോക്കാം. തുടങ്ങി ഗൈസ്. ആദ്യം തന്നെ ചോര കൊണ്ടാണല്ലോ. ഓ, ഷാഡോ ഓർമ്മയുണ്ടല്ലേ? അവൻ അന്താളിച്ചിരിക്കുന്നു. അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ ഇതുവരെ അങ്ങനെ ഒരു ഹണ്ടറെ കണ്ടിട്ടില്ല. ശരിയാ. അയൺ കൊള്ളാല്ലേ, ഒരു ചിൽ മൂഡ്. എന്ത് പറ്റി മോനെ? ബോട്ടാണ്, കപ്പലാണോ? അല്ല, ഇംഗ്ലീഷാ? ഡപ്പ് മാറിയ. ഓക്കെ, ഞാൻ ഒരുപാട് തവണ റീലും ട്രെയിലറൊക്കെ ആയിട്ട് കണ്ട്. കമന്റ്സിൽ നിന്ന് മനസ്സിലാവുന്നത് ആള് നമ്മുടെ നായകൻ സോൺ ജിങ് കൂടെ അച്ഛനാണ്. അപ്പൊ അച്ഛന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. സെലിബ്രേഷൻ. ഓ, ആൾക്കൊരു 100 കമ്പനി തുടങ്ങാനാണ് താല്പര്യം. ലൈസൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അച്ഛന്റെ കമ്പനി ഏറ്റെടുക്കാനാണ് ആൾക്ക് താല്പര്യം എന്ന് പറയണം. എവിടെ പോണ്? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന നീ എവിടെയാ പോണ? ഓ മാൻ. ഈ സഹോദരന്മാരൊക്കെ എന്താ ഇങ്ങനെ? എല്ലാ ആനിമയിലും സഹോദരന്മാരിങ്ങനെ തമ്മി തമ്മി കണ്ട ദേഷ്യ. കേട്ടിടത്തോളം ആളിട്ട് ഡേഞ്ചറാണ്, അപകടകാരിയാണ്. ഓ, 10 വർഷോ ട്രാപ്പ് ചെയ്യ കിടക്കുമായിരുന്നു. അമേരിക്കയിലല്ലേ? ചുമ്മാ ഇംഗ്ലീഷ് ഒക്കെ കേട്ടത്. ഞാൻ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച പോലെ കപ്പൽ വല്ലായിരിക്കും. ആളെ മനുഷ്യനായിട്ടല്ല കണ്ടേക്കുന്നത്. 10 വർഷം ലോകത്തില്ലാരും മനുഷ്യനല്ലേ?
സംസാരിക്കുന്ന മാജിക്കൽ ബീസ്റ്റ് ആണെന്ന് എല്ലാവർക്കും വിചാരം. എന്താവും എന്തോ. അതെ ഗൈസ്, നമ്മുടെ നായകന്റെ അച്ഛൻ തന്നെയാ സൺ ജിൻ ഹു, സൺ മിൻ വോൺ. യാത്രയ്ക്ക് പോവാം. ആണ് ഈ ഡഞ്ചൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചിലപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കും. നോക്കാം, കണ്ടു നോക്കാം. ഡഞ്ചൻ അടക്കം ഡീമൻസ് ആണോ? 10,000 നേരത്തെ വന്നപ്പോ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ 10,000 ഡീമൻസ് ഉള്ളതുകൊണ്ട് കളക്ട് ചെയ്യണം. ആൾ അപ്ഗ്രേഡ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം കൊടുക്കുകയാണ്. ഓ, ബറൂക്കയുടെ വെപ്പണാട്ട. പക്ഷെ അവൻ എടുത്തില്ല. ആ ഓ, ഓൾറെഡി എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം തോന്നും. ഓൾറെഡി ആളെ റിക്രൂട്ട് ചെയ്യാൻ വൈറ്റ് ടൈഗർ ഗിൽഡ് പുറകെ ഉണ്ട്. അതാണ്ട ധൈര്യം ചോദിച്ചിട്ടില്ലേ? ആ, അച്ഛൻ സമ്മതിച്ചേട്ടാ. ആ, നമ്മള് പറഞ്ഞ കണക്ക് പുറകെ ഉണ്ട് ആളുടെ. എന്തോന്ന് ഗൈസ്, പോവോ? ഏത് കമ്പനിയിലായിരിക്കും നായകൻ സൈൻ ചെയ്യാ? ഓക്കെ, ശരിയാ. ടാങ്ക്, പുതിയ പേര്, പുതിയൊരാളും കൂടെ, ടാങ്ക്. ഓ അല്ലേ, എസ്റാം ഡഞ്ചൻ അല്ലേ? ഓ, ബി റാങ്ക് ഡഞ്ചൻ അല്ലേ? ഓക്കെ. ആ, ആളുടെ പഴയ വെപ്പൺ മാറ്റി ഇപ്പൊ ബറൂക്കയുടെ വെപ്പണാണ് ഉപയോഗിക്കുന്നത്. കാരണം അറിയാലോ, ബറൂക്ക സഞ്ജുവിനെ കാട്ടി സ്ട്രോങ്ങർ ആയിരുന്നു. പക്ഷെ ഷാഡോ ആർമിയിലോട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. 3000 ഡീമൺ സോൾ കളക്ട് ചെയ്തല്ലേ? ആ കൊള്ളല്ല. ബീജം എനിക്ക് ഇഷ്ടപ്പെട്ടു, കിട്ടില്ല ബീജം. ഓ, കളക്ട് ചെയ്തോണ്ടിരിക്കുക. ലിമിറ്റഡ് ഫുഡും തുച്ഛമായ റിസോഴ്സും വെച്ച് 10,000 ഡീമൻസിനെ കളക്ട് ചെയ്യണം. ഡഞ്ചൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണം. 100 ഫ്ലോർ ഉണ്ടെന്നാ പറയണത്. ആളിപ്പോ എത്ര ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യുന്നു? ഓ, എന്ത് പേരാണ് അത്? 50ാമത്തെ ഫ്ലോറിലാണ് ഇപ്പൊ എത്തിയേക്കുന്നത്. ഓ, റിക്രൂട്ട് ചെയ്യാൻ. ഇതാണോ ബോസ്? ആൾ 50ാമത്തെ ഫ്ലോറിലല്ലേ എത്തിയുള്ളൂ.
ഓ ഇന്റെ പൊന്നോ, ഫൈറ്റ് കണ്ട മക്കളെ. ഇഗ്രിസിന്റെ ഒക്കെ ഫൈറ്റാണ് വീട്ടില്. അതെ. ഓ ഓ ഷിറ്റ്. തടിയനാണെങ്കിലും പോയ പോക്കണ്ട. ഓ മോനെ, ഒറ്റ ഇടിയില് തെറിച്ചു പോയി. എന്തോ വരുന്ന വരവ് കണ്ടവന്. ഓ അത് തന്നെ ഒരു ഓപ്പൺ തപ്പ്. ഓ ആള് ബാരോക്കയുടെ വെപ്പഞ്ച ഫുള്ള് കളി. കൊള്ളാല്ലേ ആള്. ആളിനെ റിക്രൂട്ട് ചെയ്യണം, പറ്റുമോ എന്തോ. ഏ പഴയ വെപ്പൺ. ഓ കൊന്ന് ഒറ്റ വെട്ടിന് തീർത്ത്. തീർത്ത് എടാ ആളാട്ടാ. എന്നെ അടി എരന്ന് വാങ്ങുവാണെന്ന് തോന്നട്ടോ. ഇവന്റെ പെരുമാറ്റം കണ്ടിട്ട്. ആള് ഭയങ്കര ദേഷ്യത്തിലാ. അതൊന്നും ഒന്നുമല്ലേ. പുതിയൊരാൾക്കാര്, പുതിയ തരം ഡീമൻസ് ലോകത്തിന് തന്നെ നാശമായിട്ട് പിറന്നിട്ടുണ്ടെന്ന്. ഇങ്ങനെ 10 കൊല്ലം ഡഞ്ചന്റെ അകത്തായിരുന്നു. ഓ ഇയാൾക്ക് അത്രയും പവർഫുള്ളാ. ഓ അല്ല അല്ല അല്ല. അതന്നെ അച്ഛനാണ് കാര്യം. ഓ ഓ മൈ ഗോഡ്. ഫൈറ്റ് 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 ഇല്ലേ. എന്തുവാണ് ഇത്, ഇവര് എവിടെ എത്തി? എത്രാമത്തെ ഫ്ലോറായി? ഞാൾക്ക് ബോറടിച്ചു തുടങ്ങിട്ടാ. ഓ
എനിക്ക് നാളെ സ്ട്രോങ്ങർ ആവും തോന്നുന്നോളും. ആള് പവർഫുൾ ആവും തോറും ആളുടെ മനസ്സിലുള്ള ആ ഒരു ഹ്യൂമാനിറ്റി നഷ്ടപ്പെടുന്നുള്ളൊരു തോന്നൽ. കാരണം ആള് പഴയ പോലെ ചിരിക്കുന്നില്ല, എന്തോ പഴയ പോലത്തെ ആ ഒരു ഇതാണ് കാണുന്നില്ല. എന്താണ് അവര് ഫൈറ്റ് ചെയ്തിട്ടാ അച്ഛൻ എസ്രാൻ കണ്ടോ. ഒരു മേഖല ഞാൻ വൈക്കോട്ടാക്കി. ഞാൻ പറഞ്ഞ് ഇവനെ ആട്ടി എരന്ന് വാങ്ങുന്നു. നോയിക്കേ, ഫുഡെല്ലാം തീർന്നു. ഫുഡ് തീർന്നു. തിരിച്ചു പോവാണ്. 75ാമത്തെ ഫ്ലോർ. 100 ഫ്ലോറാ കംപ്ലീറ്റ് ചെയ്യണ്ട. ഓ കൊള്ളാല്ലേ മായ, നല്ല രസമുണ്ട് കാണാൻ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, ഒരെണ്ണം കൂടി കിട്ടാനുണ്ട്. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പോവോ? മാജിക് ബോൾ യൂസ് ഇല്ല. ആർമിയെ സ്ട്രെങ്ത് ചെയ്യാൻ നോക്കുക. മാജിക് ബോക്സ് എന്താണാവോ? പിന്നെ ഒരു താക്കോല്. ഓ ആള് തിരിച്ചു വന്നു തോന്നട്ടോ. 50ാമത്തെ ഫ്ലോർ. എലിക്സർ ഓഫ് ലൈഫ്. ഓ 2 കളക്ട് ചെയ്ത്, ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. 3 ഉള്ളത്. ഓക്കെ, അതും കൂടെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അമ്മയെ രക്ഷിക്കണം. പോവുക തിരിച്ചു. അപ്പോ ഇതാണ് നമ്മുടെ 3ാമത്തെ എപ്പിസോഡ്. അപ്പൊ അടുത്ത എപ്പിസോഡ് വരുന്ന ന്യൂസുകൾ പ്രകാരം സോളോ ലെവലിങ്ങിന്റെ പീക്ക്, അതായത് പ്രധാന കഥാപാത്രങ്ങളുടെ എല്ലാം മെയിൻ എൻട്രി, അവർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് തരുന്നത് അടുത്ത 4ാമത്തെ എപ്പിസോഡോട്ടായിരിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ സൺ ജിങ്ങുടെ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൂപ്പരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ എല്ലാവർക്കും റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ടും കണ്ടുവരെ ബൈ.